ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മയോയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ കാണാനായിട്ടാണ് കേട്ടോ. നമ്മുടെ കാസൽ ബാറിൽ നിന്ന് ഏകദേശം 1 അവർ ട്രാവൽ ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിലേക്ക്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടിമയയുടെ നോർത്ത് കോസ്റ്റ് സൈഡാണ് കേട്ടോ. പോകുന്ന യാത്രയിലൊക്കെ നമുക്ക് നല്ല വൈൽഡ് അറ്റ്ലാന്റിക്കിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. നമ്മൾ ഹിസ്റ്ററിയൊക്കെ മെഷർ ചെയ്യുന്നത് സെഞ്ച്വറീസിലാണ്. പക്ഷേ ഈ ഫീൽഡ് ഒരു 6000 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു 4000 BCEയിലാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ കാണാൻ പോകുന്ന സ്ഥലം ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് സിസ്റ്റമാണ്. ഈ എർത്തിലേക്കും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത്. അത് കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ നല്ല ക്ലിഫൊക്കെ കണ്ടിട്ട് പോകാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. നല്ല അറ്റ്ലാന്റിക് ഓഷൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാം. ഡൗൺ പാട്രിക് ഹെഡിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം. അപ്പം നമുക്ക് അവിടെ നിന്നാലും ഡൗൺ പാട്രിക് ഹെഡ് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ അഡ്മിഷൻ ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 യൂറോ ആണ് കേട്ടോ. സീനിയേഴ്സിന് 4 യൂറോ അങ്ങനെ ഫീ ഉണ്ട് നമുക്കിവിടെ കയറി ചെല്ലുന്നതിന്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ചെന്നപ്പം തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ നമുക്ക് എല്ലാം കയറി കാണാനായിട്ട് പറ്റും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അവർ ചെറിയൊരു ക്ലാസ് പോലെയൊക്കെ അവർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷേ അതിൻ്റെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ 12:30 അപ്പം നമ്മൾ അതിന് മുന്നേ ചെന്നതുകൊണ്ട് നമ്മൾ പിന്നെ ക്ലാസ്സിനായിട്ട് നിന്നില്ല. നമ്മൾ ഈ കാണുന്നത് ഒരു 4300 വർഷം പഴക്കമുള്ള ഒരു പൈൻ ട്രീ ആണ് കേട്ടോ. ഇതൊരു സ്കൂൾ ടീച്ചറാണ് അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഇവിടെ കൊണ്ടുവന്ന് അവരൊരു എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. 1930 ഒരു ലോക്കൽ സ്കൂൾ ടീച്ചറാണ് കേട്ടോ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഡിസ്കവർ ചെയ്തത്. അതിന് ശേഷം പിന്നെ ഒരു 1970 ഈ സ്ഥലത്തെക്കുറിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റ് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചെയ്തത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു മോഡേൺ ഫീൽഡ് വിസിറ്റ് സെൻറ്റർ തുടങ്ങിയത് 1993. ഇത് ഏറ്റവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഒരു വിസിറ്റർ സെൻ്ററാണ് കേട്ടോ. ഈ വിസിറ്റർ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള
മെറ്റീരിയൽസ് വെച്ചാണ് ഇത് ഫുള്ള് കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ്സുകളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഇപ്പോൾ ഗ്ലാസ് ടവറൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂസാണ്. സെക്കൻഡ് ഫ്ലോറിലൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് അറ്റ്ലാന്റിക് ഓഷ്യനും അതുപോലെ തന്നെ ഈ ഫീൽഡ് മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ഡൗൺ പാട്രിക് ഹെഡൊക്കെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ ക്ലിഫ് ടോപ്പുകളൊക്കെ നമുക്ക് വണ്ടർഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ ഇവിടെ നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷനാണ് കേട്ടോ. 360 ആംഗിളിലുള്ള നമുക്ക് നല്ല സ്ക്രീനുകളും, അപ്പം നമുക്കെല്ലാം ഇതിൻ്റെ ഒരു ഫീൽഡിനെ കുറിച്ചും ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കഫറ്റേരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ലിമിറ്റഡ് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഏത് വെതറിലാണെങ്കിലും ഈ ഒരു വിസിറ്റർ സെൻറ്റർ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഇത് കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ ഗ്ലാസ് ഇട്ടേക്കാണ്. അപ്പോൾ ഇപ്പോൾ മഴയാണെങ്കിൽ പോലും നമുക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ ഫുള്ള് കാണാനായിട്ടും ക്ലിഫുകളും അറ്റ്ലാന്റിക് ഓഷ്യനും ഡൗൺ പാട്രിക് ഹെഡും എല്ലാം കാണാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ഏരിയ ഉണ്ട്, അത് മൊത്തം നമുക്ക് കാണാനായിട്ട് വരും. ഏകദേശം ഒരു 100 ഹെക്ടർ ഉണ്ട് കേട്ടോ ഈ ഒരു ഫുൾ സ്ഥലം. നമുക്ക് വേണമെങ്കിൽ ഔട്ട്ഡോറായിട്ട് നമുക്കിവിടെ അതിൽ നടന്ന് ഈ ഫീൽഡൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോഴും അവിടുത്തെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ സ്ഥലം കാണുമ്പോഴത്തേക്കും നമ്മൾ വേ ടു ഹെവൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സ്ഥലം പോലെ എനിക്ക് തോന്നി.
നമ്മൾ 3rd ഫ്ലോറിൽ വന്നതിന് ശേഷം നമ്മൾ പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് വേണം പിന്നെ ഉള്ളിലേക്ക് കയറാനായിട്ട് കേട്ടോ. ആ ഡോറ് പുറത്തുനിന്ന് നമുക്ക് തുറക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഒരു വ്യൂയിങ് പോയിൻ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു വ്യൂയിങ് പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഇങ്ങനെ അറ്റ്ലാന്റിക് ഓഷനും ക്ലിഫുകളും പിന്നെ നമ്മുടെ ഡൗൺ പാട്രിക് ഹെഡും ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം കേട്ടോ. നല്ലൊരു സ്ഥലമാണ്, വിസിറ്റർ സെൻ്ററാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.